നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി ഒരു പോട്ടനാണോ? ഇങ്ങനെ പറയുന്നത് ഞാനല്ല. പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ ഗണേഷ് കുമാറാണ്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായത്തിൽ പ്രണയിക്കാത്തവരെല്ലാവരും പൊട്ടന്മാരാണ്. സ്വന്തം പ്രണയങ്ങളെ വിശ്വമാനവികതയോളം ഉയർത്തുന്ന ഗണേഷ് കുമാർ ഇതിനുദാഹരിക്കുന്ന ചെറിയ ആൾക്കാരെ ഒന്നുമല്ല. പരേതരായ ജവഹർലാൽ നെഹ്റു, അടൽ ബിഹാരി വാജ്പേയി, മാധവിക്കുട്ടി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നിവരൊക്കെയാണ്. പക്ഷേ ഇവരാരും പ്രണയിനിയുടെ ബന്ധുവിൻ്റെയും ഭാര്യയുടെയും ഒന്നും തല്ല് വാങ്ങിയിട്ടുള്ളതോ ഉടുമുണ്ട് വാരിയെടുത്തുകൊണ്ട് ഓടിയതോ ഒന്നും ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതായി അറിവില്ല. ഇനിയും വിഷയത്തിലേക്ക് വരാം. പ്രണയിക്കാത്തവരെല്ലാം പൊട്ടന്മാരാണെന്ന ഗണേഷ് സൂക്തം വിശ്വസിച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രി ഒരു പൊട്ടനാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും 6 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാർ പ്രണയിച്ചതുപോലെ പ്രണയിച്ചതായി ഒരിടത്തും കേട്ടിട്ടില്ല. അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ഭാര്യയെയും പാർട്ടിയെയും മാത്രമായിരിക്കുമെന്ന് ആർക്കും നിസ്സംശയം പറയാം. കന്നിമാസത്തിലെ നാൽക്കാലിയെ നാണം കെടുത്തും വിധം ഗണേഷ് കുമാർ പ്രണയിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പ്രണയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആജന്മ വൈരിയായ കെ സുധാകരൻ പോലും ഒരിടത്തും പറഞ്ഞതായി കേട്ടിട്ടില്ല. എന്താണെങ്കിലും ഗണേഷ് കുമാറിനെതിരെ ആദ്യ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. എല്ലാം കൊണ്ടും അർഹനായ രാഹുൽ തന്നെയാണ് ആദ്യം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. ഊരും പേരുമില്ലാത്ത ഒരു ഇമെയിൽ പരാതിയുടെ പേരിൽ താൻ താമസിച്ചിരുന്ന ഹോട്ടൽ വളഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് എന്തുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ സഹായം തേടി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടും ഗണേഷ് കുമാറിനെയും കൂട്ടരെയും എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? ഗണേഷ് കുമാറിൻ്റെ ഭാര്യ സഹായം അഭ്യർത്ഥിച്ചിട്ടും പോലീസ് എന്തുകൊണ്ട് ആ സ്ത്രീയെ സഹായിച്ചില്ല? മന്ത്രി ഭാര്യയെ കായികമായി നേരിട്ട മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളെ എന്തിനു സംരക്ഷിക്കുന്നു? ഒരു പരാതി ലഭിച്ചപ്പോൾ KPCC പ്രസിഡന്റ് അത് DGPക്ക് കൈമാറി. ഒരു പരാതി നേരിൽ കേട്ടിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ അത് മുഖ്യമന്ത്രിയെയോ DGPയോ അറിയിച്ചില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം ഇത് ഇവിടെ അവസാനിപ്പിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഈ ചോദ്യങ്ങളുമായി അദ്ദേഹം ധർമ്മടത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. താൻ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ ചോദ്യങ്ങൾ ഉയർത്തി ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാനാണ് രാഹുലിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. ഇത് മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താനാകില്ലെങ്കിലും രാഹുലിന്റെ അതിജീവന തന്ത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാനുള്ള മറ്റ് 2 മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പണമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിഷേധ കൊടുങ്കാറ്റില്ലെങ്കിൽ അദ്ദേഹത്തെ നുള്ളി നോവിക്കാൻ പോലും കഴിയില്ലെന്നല്ല അവർക്കും അറിയാം. അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 മണ്ഡലം നിലവിൽ വന്നതു മുതൽ അത് ഇടത് കോട്ടയാണ്. ആദ്യ ജനപ്രതിനിധി K നാരായണൻ 2016-ലും 2021-ലും പിണറായി വിജയൻ അത് കാത്തു സൂക്ഷിച്ചു. 2016-ൽ 36,905 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ 2021-ൽ അത് കുത്തനെ വർദ്ധിച്ച് 50,123 എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 165 ബൂത്തുകളിൽ 80-ലും മുന്നിലെത്തിയത് UDF ആണ്. അന്ന് LDFന് ലഭിച്ച ഭൂരിപക്ഷം വെറും 2616 മാത്രമാണ്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തിൽ കടമ്പൂർ ഒഴികെ 7 പഞ്ചായത്തുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെയാണ് തുണച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മുഖ്യമന്ത്രിക്ക് നേടിക്കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. ശൈല ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറിയതുകൊണ്ട് അതിന് സാധ്യതയും ഏറെയാണ്. ഇതൊന്നും അറിയാതെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗത്തിനായി ധർമ്മടത്ത് ഇറങ്ങുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാങ്കൂട്ടത്തിലിന് മുഖ്യധാരയിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു സുവർണ അവസരമാണിതെന്ന തിരിച്ചറിവാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഗണേഷിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ തന്നോട് കാട്ടിയ ഇരട്ട നീതി സമൂഹത്തെ ബോധ്യപ്പെടുത്താനാകും. മാത്രവുമല്ല തൻ്റെ തെറ്റിനെ ലഘൂകരിക്കാനോ ന്യായീകരിക്കാനോ ആവുകയും ചെയ്യും. ഈ തിരിച്ചറിവാണ് ധർമ്മടത്തിറങ്ങാൻ രാഹുലിനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇത് വെട്ടിലാക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. രാഹുലിന് പിന്തുണ നൽകാനും നൽകാതിരിക്കാനും മേലാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തും. കോൺഗ്രസ് ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമാകുക. കോൺഗ്രസ് രാഹുലിനെ പിന്തുണയ്ക്കുമോ, എതിർക്കുമോ, പിന്തിരിപ്പിക്കുമോ എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. കോൺഗ്രസ് നേതൃത്വമോ ഷാഫി പറമ്പിലോ പറഞ്ഞാൽ കോൺഗ്രസിനെ ധർമ്മസങ്കടത്തിലാക്കാതിരിക്കാൻ രാഹുൽ പിന്മാറാനും തയ്യാറാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.